മുസ്ലിം പെൺകുട്ടികളുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമ ചർച്ചകളിൽ വിമർശനവുമായി സംസ്ഥാന നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ്. മുസ്ലിം സ്ത്രീകൾക്ക് പാട്ട് പാടുന്നതിനോ നൃത്തം ചെയ്യുന്നതിനോ യാതൊരു വിലക്കുമില്ല. എന്നാൽ അന്യപുരുഷന്മാരുള്ള പൊതുസമൂഹത്തിന്റെ മുന്നിൽ വേണ്ടെന്നാണ് ഇസ്ലാമിക കാഴ്ചപ്പാടെന്നും ഹമീദ് ഫൈസി പറഞ്ഞു. വിവരങ്ങളുമായി ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസ, ഇത് നമുക്ക് കാലങ്ങളായി അറിയുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹം അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ചെയ്യാം, പക്ഷെ അതിനൊക്കെ ചില കണ്ടീഷനുകൾ ഉണ്ട് എന്നുള്ളത്. ഇത് തന്നെയാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാത്തിടത്തും പൊതുവിടങ്ങളിലൊക്കെ ചർച്ചയായി ഉയരുന്നതും. അതേ ശ്യാമിലി, ഓണക്കാലമാണ്. നമുക്കറിയാം, സ്കൂളുകളിലും കോളേജുകളിലും ജോലി സ്ഥലങ്ങളിലും ഉൾപ്പെടെ ഓണാഘോഷം നടക്കുന്നു. അവിടെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ജാതിമത ഭേദമില്ലാതെയാണ് ആളുകൾ ഓണം ആഘോഷിക്കുന്നത്. പക്ഷെ അപ്പോഴും സമൂഹ മാധ്യമങ്ങളിലും പലയിടങ്ങളിലും ഇത്തരത്തിൽ അവിടുത്തെ ഈ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും പങ്കുവെച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ മതവും ജാതിയും നോക്കിക്കൊണ്ടും ഒരു വേർതിരിവ് കാണുന്ന ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമസ്ത നേതാവ് കൂടിയായിട്ടുള്ള ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹം ഫേസ്ബുക്കിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് കുറിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ സമാനമായിട്ടുള്ള നിരവധി പോസ്റ്റുകൾ വിവിധ ഇടങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ. അപ്പോൾ അവയിലെല്ലാം ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തോട് വെറുപ്പും വിദ്വേഷവും ഉള്ള ചിലരാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങൾക്കും എതിരെ ഉറഞ്ഞുതുള്ളുന്നത്. അതായത് സമൂഹ മാധ്യമങ്ങളിൽ മുസ്ലിം പെൺകുട്ടികളെ ഉദ്ധരിച്ചുകൊണ്ട് ഇത്തരത്തിൽ നടത്തുന്ന പരാമർശങ്ങളെല്ലാം തന്നെ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തോട് വെറുപ്പുള്ള ആളുകൾ ചെയ്യുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ്: മുസ്ലിം സ്ത്രീകൾക്ക് പാട്ട് പാടുന്നതിനും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള വിലക്കുകളുമില്ല. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ തന്നെ ധരിക്കാം. പക്ഷേ അത് അന്യപുരുഷന്മാരുള്ള പൊതുസമൂഹത്തിന് മുൻപിൽ അത് ചെയ്യുക എന്നുള്ളതല്ല ശരിയായ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒരു മാനദണ്ഡവുമില്ലാതെ പെണ്ണാണിന് മുൻപിൽ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ആടിക്കുഴയാനും തുള്ളാനും ഡാൻസ് ചെയ്യാനും തുടങ്ങിയാൽ അതിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകളാണ്. സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കരുത് എന്നതാണ് ഇസ്ലാം ലക്ഷ്യമാക്കുന്നത് എന്നും അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ആണിനും പെണ്ണിനും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ജീവിക്കാമെന്ന് പറയുന്നവരോട് ഒന്നും പറയാനില്ല എന്നും അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുകയാണ്. അതായത് നമുക്കറിയാം, കാലാകാലങ്ങളായി ഇത്തരത്തിൽ ആളുകൾ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം വീണ്ടും സമൂഹത്തിൽ ചർച്ചയാക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം ഇത്രത്തോളം ചർച്ചയാക്കുകയും വിവാദങ്ങളാക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശ്യാമിലി.